Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു നിർത്തിയത്? ഹെൽത്ത് സെന്ററും റെഫറൽ ഓഫ് എ പേഷ്യന്റ് പറഞ്ഞില്ലേ? അവിടെ വരെയല്ലേ എടുത്തു നിർത്തിയിരുന്നത്? റെഫറൽ ഓഫ് എ പേഷ്യന്റ് വരെയല്ലേ? ഇനി ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ് ഓക്കെ, ഇനി ഔട്ട് പേഷ്യന്റ് ക്ലിനിക്ക് തൊട്ടല്ലേ? ഓക്കെ ഓക്കെ, ഈ റെഫറൽ ഓഫ് പേഷ്യന്റ് വരെയും ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്. ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സിലൊക്കെ പോയിട്ടുണ്ടോ? ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കില് ഹോസ്പിറ്റലിലെ പോയിട്ടില്ലേ? ഔട്ട് പേഷ്യന്റ് ആയിട്ട് പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോ നമ്മൾ എന്താണ് അവിടെ ആ ഒരു ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ നിങ്ങൾക്ക് ചെല്ലുമ്പോ അവിടെ ആ ഒരു പ്രധാനപ്പെട്ട നമുക്ക് ക്ലിനിക് ചീഫുകളില്ലേ? അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ കൺസൾട്ടിങ് ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് അവിടുത്തെ ചീഫ് കൺസൾട്ടന്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അവിടെയുള്ള കൺസൾട്ടന്റ് ഡോക്ടേഴ്സ് ഉണ്ടാവും. അതിൽ തന്നെ ചീഫ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ? ഉണ്ടാവില്ലേ? അതിൽ തന്നെ ചീഫ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ? ജൂനിയേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും, അവരുടെ ചീഫ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അവരെയൊക്കെ കൃത്യമായിട്ട് ഇന്ന ഡോക്ടർ ഇന്നതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എന്ന രീതിയിൽ ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ ക്ലിനിക് ചീഫുകളുടെയും ആ പേരുകള് ആ ഹോസ്പിറ്റലിലെ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിലെ എൻട്രൻസ് പോയിന്റിൽ അല്ലെങ്കിൽ ആ ഒരു മെയിൻ എൻട്രൻസിനവിടെ എന്ത് ചെയ്യണം? റിവീൽ ചെയ്തിരിക്കണം. ആരാ? ആ ഹോസ്പിറ്റലുകാരത് വെളിപ്പെടുത്തിയിരിക്കണം അല്ലെ? ഒരിക്കലും ആ ഡോക്ടറുടെ പേരോ കാര്യങ്ങളൊന്നും മറച്ചു വെച്ചല്ല അവർ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ അവരുടെ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണെങ്കിലും ഓരോ റൂമുകളിലും ഇന്ന ഡോക്ടറാണ് ഇരിക്കുന്നത് എന്നുണ്ടാകുമല്ലോ അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള രേഖപ്പെടുത്തലുകൾ അല്ലെങ്കിൽ റിവീലിംഗ് ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും. അത് തന്നെ ഇവിടെയും പറയുന്നത് കേട്ടോ. നോക്കിയേ, ദ നെയിംസ് ഓഫ് ഓൾ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്സ് വിത്ത് ദ നെയിം ഓഫ് ദ ക്ലിനിക് ചീഫ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ഷുഡ് ബി റിവീൽഡ് ഇൻ ദ മെയിൻ എൻട്രൻസ് ഓഫ് ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഈച്ച് ക്ലിനിക്. ഓരോ ക്ലിനിക്കിലും ഏത് ഡോക്ടറാണോ അവിടെ കൺസൾട്ടേഷന് വേണ്ടി ഇരിക്കുന്നത് അവരുടെ ചീഫ് കൺസൾട്ടന്റിന്റെ പേര് ഉറപ്പായിട്ടും അവിടെ റിവീൽ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു മെയിൻ എൻട്രൻസിൽ അവിടെയുള്ള എല്ലാ കൺസൾട്ടിങ് ഡോക്ടേഴ്സിന്റെയും കൃത്യമായിട്ടുള്ള പേരും അവരുടെ സ്പെസിഫിക്കേഷൻസും ഏതാണെന്നും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതുപോലെ നമ്മൾ ഓരോ റൂമിലേക്ക് നമ്മൾ ആ ഒരു ക്ലിനിക്കിലേക്ക് കയറുന്ന സമയത്ത് ഏത് കൺസൾട്ടന്റ് ആണോ അവിടെ ഇരിക്കുന്നത് അവരുടെ പേര് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? റിവീൽ ചെയ്തിരിക്കണം അല്ലെങ്കിൽ വെളിപ്പെടുത്തിയിരിക്കണം എന്നാ പറയാം. ക്ലിയർ ആണോ? ഔട്ട് പേഷ്യന്റ് ക്ലിനിക് എന്താണെന്നുള്ളത് മനസ്സിലായോ? അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. Then accident and emergency service. ഇനി ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. Of the 3 accident and emergency forms, the first copy is kept in the casualty department. The second copy is presented by the patient in the pharmacy to get medications, and the third copy is kept by the patient. അപ്പോ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു കാഷ്വാലിറ്റിയിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് 3 ഫോമുകളാണ് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ 3 ഫോമുകളാണ് ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഫോമിലെ 3 എണ്ണത്തില് ഒരെണ്ണം ആദ്യത്തെ കോപ്പി അവർ എവിടെ വെക്കും? ആ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സൂക്ഷിക്കും. ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. രണ്ടാമത്തെ കോപ്പി is presented by the patient in the pharmacy to get medications. കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്ന പേഷ്യന്റിന് മരുന്നുകൾ ആവശ്യമാണെങ്കിൽ ഫാർമസിയിൽ പോയി മരുന്നുകൾ മെഡിസിൻസ് ഒക്കെ വാങ്ങണമെങ്കിൽ ആ രണ്ടാമത്തെ കോപ്പി അവർക്ക് നൽകും. ക്ലിയർ ആവുന്നുണ്ടോ? ആദ്യത്തെ കോപ്പി 3 കോപ്പിയാണ്, 3 ഫോമിന്റെ കോപ്പിയാണ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തേത് ആരുടെ അടുത്തായിരിക്കും? ഒന്നാമത്തെ ആരുടെ അടുത്തായിരിക്കും പറയുന്നേ? ആരാണ് സൂക്ഷിക്കുക? എന്താണ്?
കാഷ്വാലിറ്റിയിൽ തന്നെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് സൂക്ഷിക്കുന്നത്. രണ്ടാമത്തെ കോപ്പി ആ കാഷ്വാലിറ്റിയിലുള്ള പേഷ്യന്റിന് മെഡിസിൻസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഫാർമസിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ളതാണ്. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ തേർഡ് കോപ്പി ഈസ് കെപ്റ്റ് ബൈ ദി പേഷ്യന്റ്. മൂന്നാമത്തെ കോപ്പി പേഷ്യന്റിന് കയ്യിലും സൂക്ഷിക്കും. 3 കോപ്പി ഉണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തത് അവിടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സൂക്ഷിക്കുന്നു. രണ്ടാമത്തത് ആ പേഷ്യന്റ് അവിടെ പ്രസന്റ് ചെയ്യും, ഫാർമസിയിൽ മരുന്നുകൾക്ക് മരുന്ന് വാങ്ങാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യും. മൂന്നാമത്തത് ആ പേഷ്യന്റിന്റെ കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്യും. ക്ലിയർ അല്ലേ? 3 കോപ്പിയുടെ കാര്യങ്ങള്. The second and third copies become part of the main patient file if the patient is admitted to either an outpatient or inpatient services. അവര് ഔട്ട്പേഷ്യന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് സർവീസിലേക്ക് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഒരു കാഷ്വാലിറ്റിയിൽ വന്ന ഒരു പേഷ്യന്റ്, അപ്പൊ അവര് നമ്മൾ നേരിട്ട് എന്ത് ചെയ്യുന്നു, ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു ഇൻപേഷ്യന്റ് ആയിട്ട് ഒരു വാർഡിലേക്കോ റൂമിലേക്കോ മാറ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിട്ട് കൺസൾട്ടന്റ് ഡോക്ടറെ കാണാൻ പറയുകയാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ, അല്ലാതെ കാഷ്വാലിറ്റിയിൽ നേരെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു പോവാനല്ല ചെയ്യുന്നത്. അങ്ങനെ പോകുന്നവരാണെങ്കിൽ ആ കോപ്പി ഒരെണ്ണം അവരുടെ കയ്യിലിരിക്കും, ബാക്കി 2 ഒരെണ്ണം കാഷ്വാലിറ്റിയിലും ഒരെണ്ണം ഫാർമസിയിലും ആയിരിക്കും ഇരിക്കും, അല്ലെ? അതേസമയം അവർ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് വരികയോ അല്ലെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി വാർഡിലേക്കോ റൂമുകളിലേക്കോ മാറുകയോ ചെയ്യുമ്പോൾ അവർ ഔട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ആയി. ഇല്ലേ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഔട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ആയി. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ രണ്ടാമത്തെ കോപ്പിയും മൂന്നാമത്തെ കോപ്പിയും, അതേതൊക്കെയാ രണ്ടാമത്തെ കോപ്പിയും മൂന്നാമത്തെ കോപ്പിയും? രണ്ടാമത്തെ കോപ്പി എവിടെ കൊടുത്തിരിക്കുന്നതാണ്? രണ്ടാമത്തെ കോപ്പി എവിടെയാ കൊടുത്തിരിക്കുന്നത്? മറന്നുപോയോ? കൊടുത്തിരിക്കുന്ന കോപ്പിയോ മൂന്നാമത്തെ കോപ്പി. മൂന്നാമത്തെ കോപ്പി ആരുടെ കയ്യിലാണ്? ആരുടെ കയ്യിലാണ് മൂന്നാമത്തെ കോപ്പി ഉള്ളത്? ആരുടെ കയ്യിലാണ് തേർഡ് കോപ്പി? പേഷ്യന്റിന്റെ കയ്യിൽ, അല്ലെ? അപ്പൊ പേഷ്യന്റിന്റെ കയ്യിലുള്ളതോ അതുപോലെ ആ ഫാർമസിയുടെ ഉള്ള കോപ്പിയും എന്തിന്റെ ഭാഗമാകും എന്നാ പറയുന്നേ? ആ പേഷ്യന്റിന്റെ മെഡിക്കൽ പരമായിട്ടുള്ള പേഷ്യന്റിന്റെ ഫയൽ ഉണ്ടാവുമല്ലോ, അല്ലെ? ആ ഫയലിന്റെ ഭാഗമായി മാറും. അപ്പൊ കാഷ്വാലിറ്റിയിലുള്ള ആ ഒരു പേപ്പർ അല്ലെങ്കിൽ കോപ്പി അവിടെ തന്നെ ഇരിക്കും. അതേസമയം ഇവര് കാഷ്വാലിറ്റിയിൽ നിന്നും നേരെ വീട്ടിലേക്ക് പോവാതെ അവിടുത്തെ ഔട്ട് പേഷ്യന്റോ അല്ലെങ്കിൽ ഇൻപേഷ്യന്റോ ആയി മാറുകയാണെങ്കിൽ ആ പേഷ്യന്റിന്റെ ഫയലിലേക്ക് ഈ രണ്ടാമത്തെ കോപ്പിയും മൂന്നാമത്തെ കോപ്പിയും ഭാഗമാകും. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒരു പേഷ്യന്റിന്റെ ഫയൽ ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് നമ്മൾ ഇതൊക്കെ എടുത്തു വെക്കും എന്നാ ഉദ്ദേശിക്കുന്നു. കേട്ടോ? The first copy is retained in the casualty department. ഫസ്റ്റ് കോപ്പി നമ്മളൊന്നും ചെയ്യുന്നില്ല, അത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ തന്നെ അവർ സൂക്ഷിച്ചിരിക്കും. Then if a patient has a unit record in the hospital and the casualty medical officer wants to inspect the medical record department should pass on the record to him. ഇനി ഈ ഒരു പേഷ്യന്റിന്റെ ഒരു യൂണിറ്റ് റെക്കോർഡ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് നേരത്തെ മുതൽ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ് കാഷ്വാലിറ്റിയിൽ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ വന്നിരിക്കുമ്പോൾ അവർക്കൊരു യൂണിറ്റ് റെക്കോർഡ് ഉണ്ടാവുമല്ലോ, അല്ലെ? ഓൾറെഡി അവർക്കൊരു യൂണിറ്റ് റെക്കോർഡ് ഉണ്ടാവില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ചാപ്റ്ററിന്റെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരു യൂണിറ്റ് റെക്കോർഡ് ഉണ്ടാവില്ലേ? അപ്പൊ ആ യൂണിറ്റ് റെക്കോർഡ് എന്ത് ചെയ്യണം? ഈ പറയുന്ന കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് അവിടെ നിന്നും ആ യൂണിറ്റ് റെക്കോർഡ് ആർക്ക് കൊടുക്കണം? ഈ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിന് കൊടുക്കണം. എന്തിനു വേണ്ടിയാ? അവരുടെ മുൻപുള്ള മെഡിക്കൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അറിയാനും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റുകൾ നൽകാനും വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ അവർക്ക് ഓൾറെഡി അവിടെ ഒരു യൂണിറ്റ് മെഡിക്കൽ റെക്കോർഡ് ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ, അങ്ങനെയുള്ള പേഷ്യൻസിന് മാത്രമാണ് കേട്ടോ, അങ്ങനെ ഒരു ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ആ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവേണ്ടതും അവരെ പരിശോധിച്ച് ആ
പേഷ്യന്റിന്റെ പേരിലുള്ള ആ ഒരു ഫയല് അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് റെക്കോർഡ് എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കേണ്ടതുമാണ്. Then all diagnostic investigation reports of a casualty patient are affixed to the casualty form. അപ്പൊ കാഷ്വാലിറ്റിനെ വെച്ച് നമുക്ക് പലതരത്തിലുള്ള ടെസ്റ്റുകളോ രോഗനിർണയവും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ, പലതരത്തിലുള്ള പരിശോധനകൾ നടത്തും, പലതരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് പരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തും. അപ്പൊ അങ്ങനെയുള്ളതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും കാഷ്വാലിറ്റി ഫോമിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചേർത്ത് വെക്കുന്നത്. ആൻഡ് ദ റിപ്പോർട്ട്സ് ബിക്കം പാർട്ട് ഓഫ് ദ മെയിൻ പേഷ്യന്റ് ഫയല്. ഈ പറയുന്ന റിപ്പോർട്ടുകള് ആ പേഷ്യന്റിന്റെ മെയിൻ ഫയലിന്റെ ഭാഗമാകണമെങ്കിൽ ഈ പറയുന്ന പോലെ ആ പേഷ്യന്റ് ഒന്നില്ലെങ്കിൽ ഒരു ഔട്ട് പേഷ്യന്റോ അല്ലെങ്കിൽ ഇൻ പേഷ്യന്റോ ആയി മാറേണ്ടതാണ്. അപ്പൊ അവിടെ അവർ ഔട്ട് പേഷ്യന്റ് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ആയിട്ട് ഒരു പേഷ്യന്റ് മാറി കാഷ്വാലിറ്റിയിൽ നിന്നും അവർ അതിലേക്ക് മാറിയാൽ ഇത് അവരുടെ മെയിൻ പേഷ്യന്റ് ഫയലിന്റെ ഭാഗമാവും, അല്ലെങ്കിൽ അത് ആ കാഷ്വാലിറ്റി ഫോമിന്റെ കൂടെ ചേർത്ത് വെക്കുകയും ചെയ്യും. ക്ലിയർ ആണോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസുകളുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത്, 3 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഫോമുകളുണ്ട്. അതിൽ ഒന്നാമത്തത് കാഷ്വാലിറ്റിയിൽ തന്നെ സൂക്ഷിക്കുന്നു, രണ്ടാമത്തത് ആ പേഷ്യന്റിന്റെ മരുന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഫാർമസിയിൽ പ്രസന്റ് ചെയ്യുന്നു, മൂന്നാമത്തത് ആ പേഷ്യന്റിന്റെ കയ്യിൽ സൂക്ഷിക്കുന്നു. ഇനി ഈ പേഷ്യന്റ് അവർക്ക് ഇൻപേഷ്യന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആയിട്ടോ മാറുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ കോപ്പിയും, അതായത് നമ്മുടെ ഫാർമസിയിൽ കൊടുത്ത കോപ്പിയും ആ പേഷ്യന്റിന്റെ കയ്യിലിരിക്കുന്ന കോപ്പിയും അവരുടെ പേഷ്യന്റ് ഫയലിന്റെ ഭാഗമായി മാറും. ഇനി ആദ്യത്തെ കോപ്പി ആ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് തന്നെ അവിടെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യും. അവരതിലൊരു വ്യത്യാസവും വരുന്നില്ല അല്ലെ. ദെൻ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് ഓൾറെഡി ആ ഹോസ്പിറ്റലിൽ ഒരു യൂണിറ്റ് റെക്കോർഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു യൂണിറ്റ് റെക്കോർഡ് ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഈ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുകയും അവിടെ പരിശോധിച്ച് ഈ റെക്കോർഡ് കണ്ടെത്തുകയും അത് അവർക്ക് നൽകുകയും വേണം. ദെൻ എല്ലാ ഡയഗ്നോസ്റ്റിക് പരമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയാലും അതിന്റെ എല്ലാ റിപ്പോർട്ടുകള് ആ കാഷ്വാലിറ്റിയിലെ പേഷ്യന്റിന്റെ ആ കാഷ്വാലിറ്റി ഫോമിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ്. ഇനി ഈ പേഷ്യന്റ് കാഷ്വാലിറ്റിയിൽ നിന്ന് മാറി അവിടുത്തെ ഔട്ട് പേഷ്യന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ആയോ മാറുകയാണെങ്കിൽ ഈ പറയുന്ന റിപ്പോർട്ട് എല്ലാം അവരുടെ പ്രധാന പേഷ്യന്റ് ഫയലിന്റെ ഭാഗമായി മാറും. കിട്ടിയോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് എന്താണെന്നുള്ളത് അല്ല പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ക്ലിയർ ആയോ? ഏതാണ് ക്ലിയർ ആവാതെ? ഫോർത്ത് ഫിഫ്തോ? ഫോർത്ത് ഫിഫ്ത് എന്ന് പറഞ്ഞാൽ ഫോർത്ത് ഇതല്ലേ. ഇഫ് എ പേഷ്യന്റ് ഹാസ് എ യൂണിറ്റ് റെക്കോർഡ് തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചേ. ആ 2 പോയിന്റ്സ് ആണോ? ഓക്കെ, വേറെ എന്താണ് ഡോക്ടർ? റെഫറൽ ഓഫ് എ പേഷ്യന്റ് പറയണോ? ഓക്കെ, ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മിസ് പറഞ്ഞുതരാം കേട്ടോ. Fourth point il parayunnathu, if a patient has a unit record in the hospital and the casualty medical, that the patient already avade endengilum treatment ilokke eduthu munba hospital vannittulla oralaanengil avarku already oru unit record undavalo, avare medical history കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു യൂണിറ്റ് റെക്കോർഡ് ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റ് ആണ് കാഷ്വാലിറ്റിയിൽ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ഒരു കാഷ്വാലിറ്റിയിൽ അങ്ങനെ ഒരു പേഷ്യന്റ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടുത്തെ റെക്കോർഡ് പരിശോധിച്ചാൽ നമുക്ക് കിട്ടൂലേ? കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ മെഡിക്കൽ ഹിസ്റ്ററി അനുസരിച്ചാണ് നമുക്ക് എളുപ്പത്തിൽ ഇവർക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടി ഈ കാഷ്വാലിറ്റിയിലെ മെഡിക്കൽ ഓഫീസർ ആ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുകയും അവരിൽ നിന്ന് ആവശ്യമായിട്ട് അവരുടെ മെഡിക്കൽ റെക്കോർഡ് വേണം എന്ന് ആവശ്യപ്പെടുകയും അത് പരിശോധിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ആവശ്യപ്പെട്ടാൽ അത് അവർക്ക്
നൽകേണ്ടത് ആരാണ്? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് നൽകണം. ആ പേഷ്യന്റിന് ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അത് ചോദിക്കുന്നത്. അപ്പൊ അതാണ് കൊടുക്കേണ്ടതാണ്. ഇനി അടുത്തത് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ഓഫ് കാഷ്വാലിറ്റി പേഷ്യന്റ്. അതായത് കാഷ്വാലിറ്റിയിൽ മാത്രമേ ഉള്ളൂ, അവർ ഔട്ട് പേഷ്യന്റോ ഇൻ പേഷ്യന്റോ ഒന്നും ആയിട്ടില്ല. അങ്ങനെയുള്ള പേഷ്യന്റ് ആവുമ്പോ ആ കാഷ്വാലിറ്റി പേഷ്യൻസിന് ആവശ്യമായ രോഗനിർണയം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ലാബ് റിപ്പോർട്ടുകൾ ഉണ്ടാവും, എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടാവും, അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അവരുടെ കാഷ്വാലിറ്റി ഫോമിന്റെ കൂടെ തന്നെ ചേർത്ത് അവിടെ വെക്കണം. ഒരു കാഷ്വാലിറ്റി ഫോം അവർ സൂക്ഷിക്കുന്ന പറഞ്ഞില്ലേ, കാഷ്വാലിറ്റിയില് ആദ്യത്തെ കോപ്പി, അതോടൊപ്പം തന്നെ ഇതിന്റെ റിപ്പോർട്ടുകളും കൂടി സൂക്ഷിക്കുക. അതേസമയം ഇൻപേഷ്യന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അവരുടെ പ്രധാന പേഷ്യന്റ് ഫയലിന്റെ കൂടെ ആയിരിക്കും അത് സൂക്ഷിക്കുക. ക്ലിയർ ആയോ? എന്താണ് ഇത് പറഞ്ഞത്? മനസ്സിലായില്ലല്ലോ മിസ്സിന്. നീരെന്തെങ്കിലും ഡൗട്ട് ചോദിച്ചതാണോ? സെക്കൻഡ് ആൻഡ് തേർഡ് കോപ്പി ഫയലാക്കി ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുമോ എന്നാണോ ചോദിച്ചത്? സൂക്ഷിക്കുമോ എന്നോ? അപ്പൊ അറിഞ്ഞില്ലേ നമ്മളിവിടെ സെക്കൻഡ് ആൻഡ് തേർഡ് കോപ്പി എന്ന് പറയുന്നത് കാഷ്വാലിറ്റിയിൽ നിന്ന് വന്നിട്ട് കാഷ്വാലിറ്റിയിൽ നിന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണെങ്കിൽ ഒരെണ്ണം എന്താവണം, ഫാർമസിയിലായിരിക്കും സൂക്ഷിക്കുക, മറ്റേത് ആ പേഷ്യന്റിന്റെ കയ്യിലും ഉണ്ടാവും അല്ലേ? അതേസമയം ഇവിടെ അവരൊരു ഔട്ട് പേഷ്യന്റിലേക്ക് പോവാണ് അല്ലെങ്കിൽ ഒരു ഇൻപേഷ്യന്റ് ആയിട്ട് മാറുകയാണെങ്കിലാണ് അത് രണ്ടും നമ്മുടെ പേഷ്യന്റ് ഫയലില് സൂക്ഷിക്കുക എന്ന് പറയുന്നത് കേട്ടോ, വെക്കുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? മെയിൻ പേഷ്യന്റിലേക്ക് ഫയലിലേക്ക് വെക്കുന്നത് എപ്പോഴാണ്? ഓ, നീ റെഫറൽ അല്ലേ പറയാൻ പറഞ്ഞേ? റെഫറൻസ് പേഷ്യന്റില് പറയുന്നത് 3 കോപ്പി നമ്മുടെ റെഫറൽ ഉണ്ടാവും. Received by the hospital. The first 2 copies should be presented to the hospital by the patient, while the third copy should be retained by the referring healthcare or clinic. ആ 3 റെഫറൽ കോപ്പിയില് 2 എണ്ണം നമ്മൾ എവിടെ പ്രസന്റ് ചെയ്യണം? നമ്മളെവിടെ പ്രസന്റ് ചെയ്യണം എന്നാ പറയുന്നത്? എവിടെയായിരിക്കണം? എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ആരും ഉണ്ടായില്ലേ? ക്ലിനിക്കിലാണോ പ്രസന്റ് ചെയ്യുന്നത്? എവിടെയാണ്? നമ്മുടെ ഹോസ്പിറ്റൽ അല്ലേ? നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്ന ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ആ ഹോസ്പിറ്റലിലാണ് 2 എണ്ണം കൊടുക്കേണ്ടത്, പ്രസന്റ് ചെയ്യേണ്ടത്. തേർഡ് കോപ്പി, 3ാമത്തെ കോപ്പി എവിടെ നിലനിർത്തണം അല്ലെങ്കിൽ എവിടെ സൂക്ഷിക്കണം? ഏതാണ്? നമ്മൾ റെഫർ ചെയ്യുന്ന ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ക്ലിനിക്കിൽ സൂക്ഷിക്കണം. മനസ്സിലായോ? 3 റെഫറൽ ലെറ്ററുകൾ ഉണ്ടാവും, 2 എണ്ണം ആ പേഷ്യന്റിന്റെ കയ്യിൽ കൊടുത്തുവിടാണ്. 2 എണ്ണം കൊടുത്തുവിട്ട് അത് നമ്മൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അവിടെയാണ് അത് കൊടുക്കുക. 3ാമത്തെ കോപ്പി എവിടെ നിന്നാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് അവിടെ സൂക്ഷിക്കും. ക്ലിയർ ആയോ? ഇനി ട്രീറ്റ്മെന്റിന് ശേഷം ആ റെഫറൽ പറഞ്ഞ പ്രകാരമുള്ള ട്രീറ്റ്മെന്റിന് ശേഷം ആദ്യത്തെ കോപ്പി അവരെന്ത് ചെയ്യുന്നു? ആ ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഫീഡ്ബാക്ക് ആയിട്ട്, എക്സാമ്പിൾ പറയാനോ, അതായത് ഇപ്പൊ നമ്മൾ പോവാണെന്ന് വിചാരിച്ചോ, ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് പോവാണ്, അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 2 കോപ്പി അവർ തന്നുവിടും. മനസ്സിലാവുന്നുണ്ടോ? 2 കോപ്പി റെഫറിൽ തന്നുവിടും. ആ 2 കോപ്പിയും നമ്മൾ ആ ചെല്ലുന്ന ഹോസ്പിറ്റലിലെ അവിടെ കൊടുക്കണം. ഒരു 3ാമത്തെ കോപ്പി നമ്മൾ എവിടെ നിന്നാണോ, ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ പോകുന്നത് ആ ഹോസ്പിറ്റലിൽ തന്നെ സൂക്ഷിക്കും. ക്ലിയർ? അത് ക്ലിയർ ആയോ? അത് മനസ്സിലായോ ജസ്ന? ഓക്കെ. ഇനി നമ്മൾ 2 ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടില്ലേ? അത് അവിടെ ഇരിക്കുകയാണല്ലോ, 2 കൊടുത്തു നമ്മള് അല്ലെ? അപ്പൊ നമുക്ക് ആവശ്യമായ റെഫറൽ പ്രകാരമുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ എടുത്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെ കഴിഞ്ഞു കഴിയുമ്പോ തിരിച്ച് ഈ റെഫർ ചെയ്ത ഹോസ്പിറ്റലില്ലേ, നമ്മൾ ആദ്യം റെഫർ ചെയ്ത് വിട്ട ഹോസ്പിറ്റലില്ലേ, ആ ഹോസ്പിറ്റലിലേക്ക് ആദ്യത്തെ കോപ്പി, ഇത് 2 കോപ്പി അവിടെ കൊടുത്തിട്ടുണ്ട്, അതിലൊരെണ്ണം, അതിലൊരു കോപ്പി എന്ത് ചെയ്യുന്നു? ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ആയിട്ട് തിരിച്ചെന്ത് ചെയ്യുന്നു?
വിടുന്നു. ആൻഡ് സെക്കൻഡ് കോപ്പി ഷുഡ് ബി റീറ്റെയിൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു കോപ്പി ആ ഹോസ്പിറ്റലിൽ തന്നെ സൂക്ഷിക്കും. ഇപ്പൊ 3 കോപ്പി ഉണ്ടെങ്കിൽ ഇതിൽ ആദ്യം നമ്മൾ വിടുന്നത് 2 കോപ്പി റെഫർ ചെയ്ത ഹോസ്പിറ്റലിലേക്ക് വിടും, 1 കോപ്പി ആദ്യത്തെ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്തും. അത്രയും ക്ലിയർ ആണല്ലോ. അതിനുശേഷം നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്തു, ആവശ്യമുള്ള ട്രീറ്റ്മെന്റുകൾ ആ റെഫർ ചെയ്ത പ്രകാരം നമുക്ക് ട്രീറ്റ്മെന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് 1 കോപ്പി, ആ കൊടുത്തിരിക്കുന്ന 2 കോപ്പിയില് ആദ്യത്തെ കോപ്പി നമ്മൾ തിരിച്ചിതേ റെഫർ ചെയ്ത ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് ആയിട്ട് തിരിച്ചു വിടും. മനസ്സിലായോ? ഇന്നിങ്ങനെ ഹോസ്പിറ്റൽ ആ പേഷ്യൻസിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ചില ട്രീറ്റ്മെന്റുകളും കഴിഞ്ഞു, എഫക്റ്റീവ് ആണോ എന്താണോ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞ് തിരിച്ചയക്കും. 1 കോപ്പി അവരവിടെ ആ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുകയും ചെയ്യും. തിരിച്ചിപ്പോ 2 കോപ്പിയും ഇവിടെ തന്നെ, അതിൽ 1 കോപ്പി ഇവിടെ തന്നെ വന്നു, ആദ്യത്തെ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു വരും, ഫീഡ്ബാക്ക് എന്ന രീതിയിൽ. ക്ലിയർ ആയോ? റെഫറൽ ഓഫ് എ പേഷ്യന്റ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് അഡ്മിഷൻ ഓഫീസ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് കഴിഞ്ഞ് അഡ്മിഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായിരിക്കും? അഡ്മിഷൻ ഓഫീസ് വിൽ ബി വർക്കിംഗ് അറൌണ്ട് ദ ക്ലോക്ക്. എത്ര മണിക്കൂറാണ് അഡ്മിഷൻ ഓഫീസ് വർക്ക് ചെയ്യുക? എത്ര മണിക്കൂറായിരിക്കും? അറൌണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാ? 24 മണിക്കൂർ അല്ലെ? 24 മണിക്കൂറുമാണ് കേട്ടോ അഡ്മിഷൻ ഓഫീസ്. എപ്പോഴാലും നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ലേ അല്ലെ? രാത്രി ആണെങ്കിലും പകലൊന്നും വ്യത്യാസമൊന്നുമില്ല അല്ലെ? ഇപ്പൊ 24 മണിക്കൂറും അവിടെയാണ് എന്ത് അഡ്മിഷൻ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിഷൻ ഓഫ് പേഷ്യൻസ്, ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദ ബെഡ് ഓക്യുപ്പൻസി ബോർഡ് ആൻഡ് ഫോർ ദ സേഫ് കീപ്പിംഗ് ഓഫ് പേഷ്യൻസ് പ്രോപ്പർട്ടി ഇഫ് ദർ ഇസ് എനി ആബ്സെൻസ് ഓഫ് എ പേഷ്യന്റ് റിലേറ്റീവ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഒരു അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനൊക്കെ ഈ ഒരു അഡ്മിഷൻ ഓഫീസ് എന്തിനൊക്കെ റെസ്പോൺസിബിൾ ആണ്, അല്ലെങ്കിൽ എന്തിനൊക്കെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും എന്നതാണ് പറയുന്നത്. അഡ്മിഷൻ ഓഫ് പേഷ്യൻസിന് അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. Then for the maintenance of the bed occupancy board എന്ന് വെച്ചാൽ എന്തായിരിക്കും, അത് റെഗുലർ ആയിട്ട് ബെഡ് മറ്റു കാര്യങ്ങളൊക്കെ ക്ലീൻഡ് ആവണോ, ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്തുക, വളരെ ഓവറായിട്ടുള്ള ക്ലീൻലിനെസ് നിലനിർത്തുക, അതുപോലെ അവിടുത്തെ മാട്രസ്, സൈഡ്രേറ്റ്സ്, അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. അങ്ങനെയുള്ള പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നടപ്പിലാക്കുക. ആൻഡ് ഫോർ ദ സേഫ് കീപ്പിംഗ് ഓഫ് പേഷ്യൻസ് പ്രോപ്പർട്ടി ഇഫ് ദർ ഈസ് എനി ആബ്സെൻസ് ഓഫ് പേഷ്യന്റ് റിലേറ്റീവ്. ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ കൂടെ അവരുടെ റിലേറ്റീവ്സോ ആരും ഇല്ല, ഒരു അഭാവമുണ്ട്, ഒരു ആബ്സെൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ആ പേഷ്യന്റിന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സ്വത്തുക്കളൊക്കെ എന്ത് ചെയ്യാം, അവര് സേഫ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് ആരാണ്, സൂക്ഷിക്കേണ്ടത് ആരാണ്? കാരണം പേഷ്യൻസിന്റെ കൂടെ ഒരു പേഷ്യന്റിന്റെ റിലേറ്റീവ് ഒന്നും ഇല്ല എങ്കിൽ അവർക്ക് ചിലപ്പോ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് ടെസ്റ്റുകളോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടൊക്കെ പോവേണ്ടി വരാം അല്ലെ? അപ്പൊ അവരുടെ പ്രോപ്പർട്ടീസ് അവിടെ സുരക്ഷിതമായിട്ട് വെക്കണമെങ്കിൽ അതിനാരാണ് ഉത്തരവാദിത്തമുള്ളത്? അതിനെ സൂക്ഷിക്കുന്നത് ആരായിരിക്കും? ഈ അഡ്മിഷൻ ഓഫീസ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അഡ്മിഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരു 24 മണിക്കൂറും അത് പ്രവർത്തിക്കും. അതിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാ? പേഷ്യൻസിന് അഡ്മിഷൻ എടുക്കുന്നു, അതുപോലെ തന്നെ ബെഡ് ഒക്യുപ്പൻസി ബോർഡ് അല്ലെങ്കിൽ ബെഡുമായി ബന്ധപ്പെട്ട ഒക്യുപ്പൻസിയുമായി ബന്ധപ്പെട്ട് എത്ര ബെഡുകൾ ഓൾറെഡി ഒക്യുപ്പൈഡ് ആയിട്ടുണ്ട്, ഇനി അവിടുത്തെ ക്ലീൻ ആയിട്ടോ വൃത്തിയായിട്ടോ അത് നിലനിർത്തുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ രീതിയിലുമുള്ള മെയിൻ്റനൻസ് അല്ലെങ്കിൽ പരിപാലനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ പേഷ്യന്റിന്റെ കൂടെ റിലേറ്റീവ്സോ കാര്യങ്ങളോ ഇല്ല, അവരുടെ ഒരു അഭാവം ഉണ്ടെങ്കിൽ ആ പേഷ്യന്റിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വസ്തുക്കള് സേഫ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് ഇവരാണ് ഉത്തരവാദിത്തമുള്ള ആളുകൾ. ക്ലിയർ ആണോ? അഡ്മിഷൻ ഓഫീസർ മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തതാണ് ഡയറക്റ്റ് അഡ്മിഷൻ. ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എങ്ങനെ നമ്മളെല്ലാവരും ഡയറക്റ്റ് ആയിട്ടല്ല അഡ്മിഷൻ എടുക്കുന്നത്, അല്ലെ നേരിട്ട് ചെന്നിട്ട് എടുക്കാറില്ലേ? അതാണോ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറയുമ്പോ? ആണോ? അപ്പൊ പിന്നെ എന്തിനാ അഡ്മിഷൻ ഓഫീസ് അല്ലേ? ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം? ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറയുമ്പോ വാർഡുകളിലേക്കോ റൂമുകളിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനമാണ്. എവിടെ നിന്നുള്ള നേരിട്ടുള്ള പ്രവേശനമായിരിക്കും? എവിടെ നിന്നുള്ള നേരിട്ടുള്ള പ്രവേശനമായിരിക്കും? അതായത് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരാൾ വന്നു, പെട്ടെന്ന് ഒരു
അത്യാവശ്യമായിട്ട് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ അവിടെ നിന്ന് ഒരു പ്രൈമറി ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കും അല്ലെ. അതിനുശേഷം ചിലപ്പോൾ അവർക്ക് ഫർദർ ട്രീറ്റ്മെന്റുകൾക്കോ ഒബ്സർവേഷനോ വേണ്ടി അവരെ ചിലപ്പോൾ വാർഡുകളിലേക്കോ റൂമുകളിലേക്കോ നേരിട്ട് മാറ്റാറുണ്ട് ഇല്ലേ. അതിനെയാണ് ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് വന്നിരിക്കുന്ന ആളുകള് അവർക്ക് ഫർദർ ട്രീറ്റ്മെന്റിനോ ഒബ്സർവേഷനോ വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് വാർഡിലേക്കോ റൂമുകളിലേക്കോ കൊണ്ടുപോകുമ്പോൾ ആ ഒരു അഡ്മിഷനെയാണ് ഡയറക്റ്റ് അഡ്മിഷനിൽ നേരിട്ടുള്ള അഡ്മിഷൻ അല്ലെങ്കിൽ പ്രവേശനം എന്ന് പറയുന്നത്. ദ വാർഡ് മാനേജർ ഇൻചാർജ് ഈസ് ലയബിൾ ഫോർ രജിസ്റ്ററിംഗ് ദ കേസ് ഇൻ ദ അഡ്മിഷൻ ഓഫീസ് വിത്തിൻ 2 hours of the patient admission to the ward. അപ്പൊ ഇവിടെ കാഷ്വാലിറ്റിയിൽ നിന്നല്ല അവര് കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ കാഷ്വാലിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവര് വാർഡിലേക്ക് എത്തിയെന്ന് വിചാരിക്കാം. ആ വാർഡിലെത്തി 2 മണിക്കൂറിനുള്ളിൽ ആരാണ് ഇത് അഡ്മിഷൻ ഓഫീസിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതും രജിസ്റ്റർ ചെയ്യേണ്ടതും ആരുടെ ബാധ്യസ്ഥതയാണ്? ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യസ്ഥതാണെന്നാണ് കേട്ടോ. ബാധ്യസ്ഥനാണ് ആ ഇൻചാർജിലുള്ള വാർഡ് മാനേജറാണ്. ആ ഇൻചാർജിലുള്ള വാർഡ് മാനേജർ എന്തിനു ബാധ്യസ്ഥനാണെന്ന് പറയുന്നത്? ഈ ഒരു കാഷ്വാലിറ്റിയിൽ നിന്നുള്ള ഒരു പേഷ്യന്റിനെ വാർഡിലേക്ക് അഡ്മിഷൻ ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് 2 മണിക്കൂറിനുള്ളിൽ അവർ അഡ്മിഷൻ ഓഫീസുമായിട്ട് അറിയിക്കുകയും അവിടെ അവരുടെ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും വേണം. കിട്ടിയോ? ഡയറക്റ്റ് അഡ്മിഷൻ മനസ്സിലായോ? അടുത്തതാണ് അബ്സ്കോണ്ടഡ് പേഷ്യൻസ്. എന്താണ് അബ്സ്കോണ്ടഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും? അതെ, മിസ്സിംഗ് ആയിട്ടുണ്ട് അല്ലെ. ചില ആളുകളൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് ചിലപ്പോ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഓടിപ്പോവും അല്ലെ. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പറയാതെ പോവാറുണ്ട് അല്ലെ, മിസ്സിംഗ് ആവാറുണ്ട് അല്ലെ. അത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഓടിപ്പോയിട്ടുള്ള മിസ്സിംഗ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് കേട്ടോ. ഇൻഫർമേഷൻ അബൌട്ട് അബ്സ്കോണ്ടഡ് പേഷ്യൻസ് ഹു ran away must be recorded in the patient file with details regarding the date and time the patient was found to be missing from the ward. ആ വാർഡിൽ നിന്ന് എന്താണോ അവര് മിസ്സിംഗ് ആയത് അല്ലെ. നമ്മൾ ചിലപ്പോ വാർഡിൽ ചിലപ്പോൾ രാവിലെ ആയിരിക്കാം മിസ്സിംഗ് ആയത്, തലേദിവസം രാത്രികളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലേ. അപ്പൊ എപ്പോഴാണോ ഏത് സമയത്താണോ ഏത് ദിവസമാണോ അവര് മിസ്സിംഗ് ആയത് എന്ന് മനസ്സിലായത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളും ഉൾപ്പെടുത്തി അത് ആ പേഷ്യന്റിന്റെ ഫയലില് കൃത്യമായിട്ട് അങ്ങനെയുള്ള പേഷ്യൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. ദ ഇൻഫർമേഷൻ അബൌട്ട് അബ്സ്കോണ്ടഡ് പേഷ്യൻസ് ഹു ran away must be recorded in the patient file. എപ്പോഴും ആ ഒരു അങ്ങനെ ഓടിപ്പോയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എപ്പോ എവിടെ വെച്ചാണ് നമ്മൾ ആ ഒരു സംഭവം നടക്കുന്നത് നമ്മള് ചിലപ്പോൾ തലേ ദിവസമൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ രാവിലെ കണ്ട ആളുകളായിരിക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാണ്ടായിരിക്കും അല്ലെ, മിസ്സിംഗ് ആയിട്ട് തോന്നാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആ ഡേറ്റ് എന്താണ്, ഏത് സമയത്താണ് നമുക്ക് മിസ്സിംഗ് ആയെന്ന് തോന്നിയിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ പൂർണ്ണ വിവരങ്ങളും ഉൾപ്പെടുത്തി ആ പേഷ്യന്റ് ഫയലിൽ പ്രത്യേകമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. ആൻഡ് ട്രീറ്റിംഗ് ഫിസിഷ്യൻ മസ്റ്റ് നോട്ട് ദാറ്റ് സൈൻ ദ റെക്കോർഡ് പ്രോപ്പർലി. ആ ടീച്ചിങ് അതായത് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ ഉണ്ടാവുമല്ലോ, ആ ഡോക്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ആ റെക്കോർഡിൽ നോട്ട് ചെയ്യുകയും അവർ അതിൽ സൈൻ ചെയ്യുകയും വേണം. കാരണം എന്താ, ഒരു തെളിവാണ് അല്ലെ. ആ ഒരു ട്രീറ്റിംഗ് ഫിസിഷ്യൻ തന്നെ അത് നോട്ട് ചെയ്ത് വെച്ച് അവരുടെ സിഗ്നേച്ചർ അല്ലെങ്കിൽ അവർ സൈൻ ചെയ്ത് ആ റെക്കോർഡ് ശരിയായ രീതിയിൽ സൂക്ഷിക്കേണ്ടതാണ്. Then the matter to be conveyed to the police. ഇങ്ങനെ ഒരാൾ അവിടെ നിന്ന് മിസ്സിംഗ് ആയിട്ടുണ്ടെന്നുള്ളത് പോലീസിനോട് പറയേണ്ടതും ആണ്. ഈ ഒരു മാറ്റർ അല്ലെങ്കിൽ ഈ ഒരു കാര്യം പോലീസിനെ എന്ത് ചെയ്യണം, അറിയിക്കുകയും ചെയ്യണം. അപ്പൊ 3 കാര്യങ്ങളാണ് അബ്സ്കോണ്ടഡ് പേഷ്യൻസിൽ പറയുന്നത്. ഒന്നാമത്തത് ഇങ്ങനെ മിസ്സിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോകാൻ ഓടിപ്പോയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ് നമുക്ക് മിസ്സിംഗ് ആയെന്ന് തോന്നിയത്, ഏത് ഡേറ്റിലാണ് ഏത് സമയത്താണ് തോന്നിയത്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അവരുടെ പേഷ്യന്റ് ഫയലിൽ രേഖപ്പെടുത്തി വെക്കണം. അത് കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തുകയും സൈൻ ചെയ്യേണ്ടതും ആ ട്രീറ്റിംഗ് ആയിട്ടുള്ള ഫിസിഷ്യൻ, അത് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഫിസിഷ്യൻ അല്ലെങ്കിൽ ആ ഡോക്ടർ നിർബന്ധമായിട്ട് അത് നോട്ട് ചെയ്യേണ്ടതും സൈൻ ചെയ്യേണ്ടതുമാണ്. അതുപോലെ ഈ കാര്യം പോലീസിനെ അറിയിക്കുകയും വേണം. ക്ലിയർ ആണോ? അബ്സ്കോണ്ടഡ് പേഷ്യൻസ് മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. എന്താണ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്?
പഠിച്ചാണോ? പഠിച്ചില്ലേ? AMI പേഷ്യൻസ് അല്ലെ? പഠിച്ചായിരുന്നോ? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്താണ്? ഡിസ്ചാർജ് ആയി പോകുന്നത് എന്ന് പറയാം. അതെങ്ങനെയാണ് ഡിസ്ചാർജ് ആയി പോവാ? ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണോ? ആണോ? അല്ല അല്ലെ? ഡോക്ടർ സ്വന്തം ഇഷ്ടത്തിന് അല്ലെ, അവരുടെ സ്വയം ഇഷ്ടത്തിന് അല്ലെങ്കിൽ സ്വമേധയാ അവർ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ, സ്വന്തം ഇഷ്ടത്തിനാണ് അവർക്ക് പോകുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, the patient who discharge themselves from a hospital against the advice of their treating physician should be treated as discharged. എന്താ ഇവിടെ ഈ പേഷ്യന്റ് അവര് ഡിസ്ചാർജ് ആവുകയാണ്. അതെങ്ങനെയാണ്? ആ ട്രീറ്റ് ചെയ്യുന്ന ആ ഫിസിഷ്യന്റെ അഡ്വൈസിന് വിരുദ്ധമായിട്ട് അല്ലെ, അവരുടെ അഡ്വൈസോ കാര്യങ്ങളോ പ്രമാണിച്ചുകൊണ്ടല്ല, അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവർ സ്വമേധയാ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുന്നതിനെയാണ് AMA അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത്. ആൻഡ് ഷുഡ് ബി ട്രീറ്റഡ് ആസ്, ഇത് നമ്മൾ കണക്കാക്കുന്നത് ഒരു ഡിസ്ചാർജ് ചെയ്യുക എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുക അല്ലെ. അവരവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അത് കണക്കാക്കുന്നത്. എന്നാൽ ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ഷുവർ ദാറ്റ് the signature of the patient or his or her nearest relative is obtained in the specified form. നമുക്ക് അങ്ങനെ വെറുതെ പോകാൻ പറ്റുമോ? വെറുതെ അവർ പറഞ്ഞു വിടോ? നമ്മളെ പറഞ്ഞു വിടോ? എന്താ സൈൻ ചെയ്ത് കൊടുക്കണ്ടേ? കൺസേൺ ഫോം അല്ലെ. നമുക്ക് ലാഭവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ അഡ്വൈസുമായി ബന്ധപ്പെട്ട കൺസേൺ ഫോമുകളൊക്കെ നമ്മൾ സ്പെസിഫിക് നിർദ്ദിഷ്ടമായിട്ടുള്ള സ്പെസിഫിക് ഫോമുകൾ കാര്യങ്ങൾ ഉണ്ടാവും. അതെല്ലാം നമ്മൾ എഴുതി സൈൻ ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് പോരാനായിട്ട്. അതല്ലേ ആ പോയിന്റിലും പറയുന്നത്. എപ്പോഴും ആ പേഷ്യന്റിന് അല്ലെങ്കിൽ അവരുടെ നിയറസ്റ്റ് ആയിട്ടുള്ള റിലേറ്റീവിന്റെയോ സിഗ്നേച്ചർ കൃത്യമായിട്ട് വാങ്ങിയിട്ടുണ്ട്, നിർദ്ദിഷ്ട ഫോമില് വാങ്ങിയിട്ടുണ്ടെന്ന് ഇവർ പോകുന്നതിന് മുൻപ് തന്നെ ഉറപ്പുവരുത്തുകയും വേണം. മനസ്സിലായോ? അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ക്ലിയർ ആണോ? അടുത്തതാണ് ഡിക്ലറേഷൻ ബൈ ദ സ്റ്റുഡന്റ്. എന്താണ് ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്? പേഷ്യന്റിന്റെ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഡിക്ലറേഷൻ? കേട്ടിട്ടുണ്ടോ? പേഷ്യന്റിന്റെ മരണമൊഴി എടുക്കാന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? മരണമൊഴി എടുക്കാന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമുക്കിവിടെ പേഷ്യന്റിന് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ബിഫോർ ഹിസ് ഡെത്ത്, എനി പേഷ്യന്റ് ഹു വാണ്ട്സ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ് ബിഫോർ ഹിസ് ഡെത്ത്, such statement should be recorded in the patient file in the presence of a magistrate. ഒരു മരണമൊഴി എടുക്കാണ് മരിക്കുന്നതിന് മുൻപ് അല്ലെ, മരിക്കുന്നതിന് മുൻപ് അതൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു മരണമൊഴി എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ വെറുതെ അങ്ങ് പോയി അത് എടുക്കാൻ പറ്റില്ല. മറിച്ച് എങ്ങനെയാണ്? അത് ആ പേഷ്യന്റിന്റെ ഫയലിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. അത് ആരുടെ പ്രസൻസിലാണ് അങ്ങനെ അവരുടെ മരണത്തിന് മുമ്പ് മൊഴി എടുക്കേണ്ടത്? ഏതൊരു രോഗിയുടെയും അങ്ങനെ ഒരു മൊഴി എടുക്കണമെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന്റെ മുൻപിൽ അല്ലെങ്കിൽ അവരുടെ പ്രസൻസിലായിരിക്കണം എന്നാ പറയുന്നത്. അങ്ങനെ ഒരു മജിസ്ട്രേറ്റിന്റെ പ്രസൻസ് ഇല്ലാണെങ്കിൽ അടുത്തതാ പറയുന്നത്, ഇൻ ദ ആബ്സെൻസ് ഓഫ് എ മജിസ്ട്രേറ്റ്. ഒരു മജിസ്ട്രേറ്റിന്റെ പ്രസൻസ് ഇല്ല. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ മജിസ്ട്രേറ്റിന് പോകാൻ പറ്റുമൊന്നുമില്ലല്ലോ അല്ലെ. എല്ലായിടങ്ങളിലും പോകില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസുകളോ കാര്യങ്ങളോ ആണെങ്കിൽ അവർക്ക് പോവാം. അല്ലാത്ത രീതിയിലുള്ള എല്ലായിടത്തും നമുക്ക് ഈ ഒരു മജിസ്ട്രേറ്റിനെ കൊണ്ടുവരാന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ അവരില്ല അല്ലെങ്കിൽ അവരുടെ ആബ്സെൻസ് ആണെങ്കിൽ the declaration can be recorded in the presence of 3 persons. 3 വ്യക്തികളുടെ പ്രസൻസിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. അത് ആരൊക്കെയാണെന്ന് നോക്കിയേ. ഒന്നാമത്തത് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഫിസിഷ്യൻ, ആ ഡോക്ടറുടെ പ്രസൻസ് വേണം. രണ്ടാമത്തത് നേഴ്സ്, ഒരു നേഴ്സിന്റെ പ്രസൻസ് വേണം. മൂന്നാമത്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ് ആയി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിനിധിയായി നിൽക്കുന്ന വ്യക്തികൾ. അങ്ങനെ 3 സാക്ഷികളുടെ പ്രസൻസിലാണ് നമുക്കിവിടെ ആ ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ ആ ഒരു മൊഴി എടുക്കാൻ പറ്റുന്നത്. അതിൽ ഒന്നാമത്തത് ആ ഒരു ട്രീറ്റിംഗ് ഫിസിഷ്യൻ വേണം, ഒരു നേഴ്സ് വേണം, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടി ഉണ്ടായിരിക്കണം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മജിസ്ട്രേറ്റ് തന്നെയാണ് വേണ്ടത്. ആ മജിസ്ട്രേറ്റ് ഇല്ല എങ്കിലാണ് ഈ പറയുന്ന 3 ആളുകളുടെ പ്രസൻസ് വേണമെന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു പേഷ്യന്റിന് ഒരു ഡെത്ത് മരണം നടക്കുന്നതിന് മുൻപായിട്ട് ഒരു മരണമൊഴി എടുക്കുന്നതിന് മുൻപ്
വേണമെങ്കിൽ അല്ലെങ്കിൽ മരണം നടക്കുന്നതിന് മുൻപ് ഒരു മൊഴിയെടുക്കണമെങ്കിൽ അത് ഏതൊരു പേഷ്യന്റിനും അങ്ങനെ ഒരു മൊഴിയെടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് ഇപ്പൊ പലതരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കണം എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ഒരു മജിസ്ട്രേറ്റിന്റെ പ്രസൻസിലാണ് അത് ചെയ്യേണ്ടത്. മജിസ്ട്രേറ്റ് ഇല്ലെങ്കിൽ ഈ പറയുന്ന 3 വ്യക്തികളുടെ പ്രസൻസിൽ അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു പ്രസൻസിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? ഡിക്ലറേഷൻ ബൈ ദ പേഷ്യന്റ്. ഓക്കെ, ഈ പറയുന്ന മൊഴി എടുക്കുക മാത്രമല്ല അത് കൃത്യമായിട്ട് ആ പേഷ്യന്റിന്റെ ഫയലിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് പോകുന്നേ കംപ്ലീഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഒരു 3 പോയിന്റ്സ് ഉള്ളൂ കേട്ടോ. അതിൽ ഒന്നാമത് ഫിസിഷ്യൻസ് ഹാവ് ടു കംപ്ലീറ്റ് ദ റെക്കോർഡ്സ് ബിഫോർ ദ ഡിസ്ചാർജ് ഓഫ് എ പേഷ്യന്റ് വേറെവർ പോസിബിൾ. അപ്പൊ നമുക്കറിയാം ഒരു ഡിസ്ചാർജ് ആയി പേഷ്യന്റ് പോവാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ പോകുന്നതിന് മുൻപ് തന്നെ ഒരു പറ്റുന്ന സാധ്യമാകുന്ന രീതിയിൽ ആ ഫിസിഷ്യൻ എന്ത് ചെയ്യണം? അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ? ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോവാണെങ്കിൽ ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുൻപ് തന്നെ സാധ്യമായ രീതിയിൽ അവർ ആ ഫിസിഷ്യൻസ് എന്ത് ചെയ്യണം? അവരുടെ മെഡിക്കൽ റെക്കോർഡ് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ചില സമയങ്ങളിൽ അവർക്ക് പൂർത്തിയാക്കാൻ പറ്റാതെ വരും. അതർവൈസ് ഇനി അവർക്ക് പൂർത്തിയാക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ they have to visit the medical record department continually to inspect all these discharge records for completion. എന്ത് ചെയ്യണം? ഈ ഫിസിഷ്യൻസ് ഇപ്പൊ ആദ്യം നമുക്ക് അവർക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുൻപ് നമുക്കിത് പൂർത്തിയാക്കാൻ ഒരു ഫിസിഷ്യന് സാധിച്ചില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ അവര് തുടർച്ചയായിട്ട് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിനെ വിസിറ്റ് ചെയ്യുകയും അവരെന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് വിസിറ്റ് ചെയ്ത് അത് എത്രയും വേഗം അത് പൂർത്തീകരിക്കുകയും ചെയ്യണം. അപ്പൊ എപ്പോഴും ഒരു പേഷ്യന്റ് റെക്കോർഡ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ കെപ്റ്റ് ഇൻകംപ്ലീറ്റ് ഫോർ മോർ ദാൻ 30 days. ഒരു 30 ദിവസത്തിൽ കൂടുതൽ ഒരു ഒറ്റ മെഡിക്കൽ റെക്കോർഡ് പോലും അപൂർണമായിട്ട് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ പാടില്ല. ഈ 3 കാര്യങ്ങളും ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്നാമത് പറഞ്ഞില്ല, ഒരു ഫിസിഷ്യൻ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആവുന്നതിന് മുൻപ് സാധ്യമായ രീതിയിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കണം അല്ലെങ്കിൽ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു സാധിക്കാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ അത് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യേണ്ടതും പരിശോധിക്കേണ്ടതും മെഡിക്കൽ റെക്കോർഡുകൾ പൂർത്തിയാക്കാത്ത മെഡിക്കൽ റെക്കോർഡുകളെ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുമാണ്. ഒരിക്കലും ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് 30 ദിവസത്തിൽ കൂടുതൽ പൂർത്തിയാകാതെ ഇരിക്കാൻ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടിരിക്കാൻ പാടില്ല. മനസ്സിലായോ? 3 പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത് കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡുകളുടെ കോഡിങ് അതുമായി ബന്ധപ്പെട്ട് കോഡിംഗ് കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല കേട്ടോ. ജസ്റ്റ് വെറുതെ അത് കോഡിംഗ് ചെയ്യണം എന്ന രീതിയിൽ പറയുന്നുള്ളൂ കേട്ടോ. All patient records that include outpatient and inpatient cases have to code according to the latest international classification of disease and operations. അപ്പൊ ഏറ്റവും പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പുതിയ അന്താരാഷ്ട്ര വർഗീകരണം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഓപ്പറേഷൻസ്, രോഗങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഔട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് കാര്യമായിക്കോട്ടെ ഇൻപേഷ്യന്റ് കേസുകളുമായി ബന്ധപ്പെട്ട എല്ലാ പേഷ്യന്റ് റെക്കോർഡുകളും കൃത്യമായിട്ട് കോഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ദ ചേഞ്ച് ഓഫ് ഹെൽത്ത് കെയർ ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സ് മെഡിക്കൽ സർവീസസ് ആൻഡ് എക്യുപ്മെന്റ് ഇൻ ടു യൂണിവേഴ്സൽ മെഡിക്കൽ ആൽഫ ന്യൂമറിക് കോഡ്സ് ആക്കിയിട്ട് എന്തൊക്കെയാ അവിടെ അവർക്ക് കൊടുക്കുന്ന ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട രോഗനിർണയം, അവർക്ക് കൊടുക്കുന്ന പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ സേവനങ്ങള്, ഉപകരണങ്ങള് മുതലായ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ആൽഫ ന്യൂമറിക്കൽ കോഡുകളിലൂടെ ഇത് രേഖപ്പെടുത്തണം. എന്താണ് ആൽഫ ന്യൂമറിക്കൽ കോഡിൽ എന്താ പ്രത്യേകത? രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അവിടെ ലെറ്റേഴ്സും ഉണ്ടാവും പിന്നെ നമ്പേഴ്സും ഉണ്ടാവും അല്ലെ.
ആൽഫബറ്റ്സും നമ്പേഴ്സും ഉണ്ട്. അതാണ് ആൽഫാ ന്യൂമറിക് കോഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കോഡുകളിലായിട്ടാണ് ഇവരിവിടെ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നത്. ക്ലിയർ ആണ്? ജസ്റ്റ് ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാ പേഷ്യൻസിനും ഒരു ഇൻപേഷ്യന്റ് ആണെന്നില്ല, ഔട്ട് പേഷ്യന്റ് ആണെന്ന ഒരു വ്യത്യാസമില്ലാതെ രണ്ട് കൂട്ടരുടെയും എല്ലാ പേഷ്യൻസിന്റെയും റെക്കോർഡുകള് കൃത്യമായ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് റെക്കോർഡ് ചെയ്യുകയും അത് കോഡ് ചെയ്യുകയും വേണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് മെഡിക്കൽ ആൽഫ ന്യൂമറിക് കോഡ്സ് ആണ്. അതിൽ എന്തായിരിക്കും ലെറ്റേഴ്സും നമ്പേഴ്സും ഉൾപ്പെടുന്നത്. അതിന്റെ ഒരു കമ്പൈൻ ഫോം ആണ് കേട്ടോ. അപ്പൊ അത് ഉപയോഗിച്ചാണ് നമ്മളിവിടെ കോഡ് ചെയ്താണ് വെക്കുന്നത്. ക്ലിയർ ആണോ? കോഡിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഏത് കോഡാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി കേട്ടോ. അതാണ് ചോദിക്കാറ്. അടുത്തത് മിസ്സിംഗ് റെക്കോർഡ്. ചില റെക്കോർഡൊക്കെ നമ്മൾ ചിലപ്പോൾ ചെല്ലുന്ന സമയത്ത് അവർ പറയാറുണ്ടാവും ചില ഫയലൊന്നും നമ്മൾ കാണാനില്ല എന്ന് പറയും അല്ലെ? പറയാറുണ്ടോ? ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്നവർ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഫയല് കാണാനില്ല എന്ന്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെക്കോർഡുകൾ ചിലപ്പോ മിസ്സിംഗ് ആണ്, കാണാതെ പോകാം അല്ലെ? That is some percentage of file do not find in the specific place where they are assumed to be. ചിലപ്പോ നമ്മൾ ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത്, ചിലപ്പോ നമുക്ക് എന്തായാലും നമ്മുടെ ഉണ്ടെന്ന് അനുമാനിക്കുന്ന സ്ഥലത്ത്, ചിലപ്പോ പ്രത്യേക സ്ഥലത്ത് ചിലപ്പോ ആ ഒരു ഫയല് കാണാനുണ്ടാവില്ല. അത് ചെറിയ കുറച്ച് ശതമാനം മാത്രമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നോക്കുമ്പോൾ ആ ഒരു ഫയൽ കാണാൻ പറ്റാതെ? ദിസ് കുഡ് ബി ഓയിങ് ടു നോട്ട് റിസീവിംഗ്, നോട്ട് കീപ്പിംഗ് ദ പ്രോപ്പർ പ്ലേസ് ആൻഡ് റോങ്ലി ഫയലിംഗ്. എന്തുകൊണ്ടൊക്കെയാവാം? അവർ ചിലപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ ഫയൽ കൊടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു വാങ്ങാത്തത് കൊണ്ടാണ് അല്ലെ? ആ ഒരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അപ്പൊ ആ ഫയൽ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയിട്ട് കാണും ഇല്ല. അതേസമയം അതുപോലെ നോട്ട് കീപ്പിംഗ് ഇൻ പ്രോപ്പർ പ്ലേസ്, ശരിയായ സ്ഥലങ്ങളിൽ വെക്കാത്തത് കൊണ്ടാണ് അല്ലെ? നമ്മൾ ചില സാധനങ്ങൾ വീട്ടില് ഇരിക്കുന്ന സ്ഥലത്തല്ല വെച്ചിരിക്കുന്നത്. നമ്മൾ എത്ര നോക്കിയാലും അത് കാണാൻ ബുദ്ധിമുട്ടല്ലേ? അല്ലെ? ശരിക്കും ഓൾറെഡി ഇരിക്കാറുള്ള ഒരു സ്ഥലത്തല്ല എങ്കിൽ കാണാൻ ബുദ്ധിമുട്ടല്ലേ? അതുപോലെ അവിടെ പ്രോപ്പർ ആയിട്ട് ഇരിക്കുന്ന സ്ഥലത്തല്ല അത് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിലും പെട്ടെന്ന് കാണാൻ നോക്കുമ്പോൾ കിട്ടൂല. അതുപോലെയാണ് റോങ്ലി ഫയൽ. ചിലപ്പോ എന്തെങ്കിലും പേരോ അല്ലെങ്കിൽ ചിലപ്പോ ആ ഡിപ്പാർട്ട്മെന്റോ ഒക്കെ ചിലപ്പോ റോങ് ആയിട്ട് ചിലപ്പോ എഴുതിയൊക്കെ വരുമ്പോ അതിൽ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നാൽ ഈ ഫയൽ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയൊക്കെ അവർ വെക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള കേസുകൾ കൊണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ റെക്കോർഡുകള് മിസ്സായി പോകുന്നത്, കാണാതെ പോകുന്നത്. ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ്, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാൽ when a patient attends either for outpatient or inpatient services, it will be difficult to provide treatment without a patient report. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആ പേഷ്യന്റ് ചിലപ്പോൾ ഔട്ട് പേഷ്യന്റിലായിരിക്കാം അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് സർവീസിന് വേണ്ടി വന്നവരായിരിക്കാം. എങ്ങനെയാണെങ്കിലും അവർക്ക് ഈ പേഷ്യന്റ് റെക്കോർഡ് ഇല്ലാതെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നത് ബുദ്ധിമുട്ടായിരിക്കാം അല്ലെ? അപ്പൊ ഈ MRO എന്ത് ചെയ്യണം? അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ മസ്റ്റ് ബി ഏബിൾ ടു ഗെറ്റ് ബാക്ക് ദം ലേറ്റർ. ചിലപ്പോ പിന്നീട് ഈ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർക്ക് അത് ചിലപ്പോൾ തിരിച്ചു കിട്ടാം അല്ലെ? ആദ്യം നോക്കുമ്പോ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ നോക്കി ഒന്നുകൂടി കാര്യമായിട്ട് നമ്മൾ തിരിഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെ? തിരിച്ചു ചിലപ്പോൾ കിട്ടാം. അല്ലെങ്കിൽ എവിടെയാണോ കൊടുത്തിരിക്കുന്നത് മുൻപ് അതൊക്കെ കൊണ്ടുപോയി പരിശോധിച്ച് ചിലപ്പോൾ അവിടെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇരിക്കണമെങ്കിൽ അത് തിരിച്ചു കിട്ടും. അതേസമയം ആ ഒരു പ്രസന്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഘട്ട സമയത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? The only opinion left for him to create a duplicate record with a similar number with all earlier ID data. നമുക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുക, സൃഷ്ടിക്കുക എന്നതാണ് ആദ്യം നമ്മുടെ മുന്നിലുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് അല്ലെ? അതേ സിമിലർ നമ്പറോ അതേ ID ഡേറ്റാസോ ഒക്കെ വെച്ചുകൊണ്ടൊരു എന്താണ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. കാരണം പേഷ്യൻസിന് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അവർക്ക് ഇൻപേഷ്യന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് സർവീസ് പേരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? റെക്കോർഡ് ഇല്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു വിടാൻ പറ്റില്ലല്ലോ. അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ ആ സർവീസ് കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ആദ്യം നമ്മുടെ മുന്നിൽ ആ ഒരു സ്റ്റേജിൽ ആ ഒരു സമയത്ത് നമുക്ക് ഇത് കിട്ടാതെ വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. The duplicate record should be kept by the MRO without filing.
അവരത് ഫയൽ ചെയ്യാതെ ആ MRIന്റെ കയ്യിൽ, മെഡിക്കൽ റെക്കോർഡ് ഓഫീസറുടെ കയ്യിൽ തന്നെ അവരത് സൂക്ഷിക്കും. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ആൻഡ് പ്രോപ്പർലി ഷുഡ് ട്രേസ് ഔട്ട് ദ ഒറിജിനൽ റെക്കോർഡ്. അവർ ആദ്യം ആ ഒറിജിനൽ റെക്കോർഡ് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കും. അങ്ങനെ ആ ഒറിജിനൽ റെക്കോർഡ് കണ്ടുപിടിച്ചതിന് ശേഷം ആൻഡ് കമ്പൈൻ ഓൾ ദിസ് ഫോം ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് ഇൻ ടു ഒറിജിനൽ റെക്കോർഡ് ആൻഡ് ദെൻ ദ റെക്കോർഡ് മസ്റ്റ് ബി ഫൈൽഡ്. അവര് ഫയൽ ചെയ്യാതെ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് കയ്യിൽ സൂക്ഷിക്കുകയും ആ ഒറിജിനൽ റെക്കോർഡ് അതിനുശേഷം കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. ട്രേസ് ഔട്ട് ചെയ്ത് അത് കണ്ടുപിടിച്ച് അതും ആ ഒറിജിനൽ റെക്കോർഡും ഈ ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡും തമ്മിൽ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നു, റെക്കോർഡുകൾ കൃത്യമായിട്ട് വേണം അത് അവര് ഫയൽ ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യം അവരത് ഫയൽ ചെയ്യുന്നില്ല, ഒറിജിനൽ റെക്കോർഡ് കണ്ടുപിടിച്ചതിന് ശേഷം അതും ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡുകളും കൂടി കമ്പൈൻ ചെയ്തതിനു ശേഷം കൃത്യമായിട്ട് റെക്കോർഡുകളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഫയലിംഗ് നടത്തുന്നത്. ക്ലിയറാണോ? അപ്പൊ മിസ്സിംഗ് റെക്കോർഡുകളില് ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. മിസ്സിംഗ് റെക്കോർഡ് എന്ന് പറഞ്ഞാല് ചിലപ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ട് വളരെ ചെറിയ പെർസെന്റേജ് ഓഫ് റെക്കോർഡുകൾ ചിലപ്പോൾ കാണാൻ പറ്റില്ല. നമ്മൾ വെച്ചിരിക്കുന്ന ഒരു അനുമാനിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും, ഇന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കും, ആ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ അത് കാണാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ വരുന്ന സാധിക്കാത്തത് കൊണ്ട് തന്നെ അത് പല കാരണങ്ങൾ കൊണ്ടാവാം. അത് ചിലപ്പോൾ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തിരിച്ചു സ്വീകരിക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ശരിയായ ഇടങ്ങളിൽ വെക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ എന്തെങ്കിലും രേഖപ്പെടുത്തൽ നടത്തിയത് കൊണ്ടാവാം. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അത് മിസ്സാകുന്നത് അല്ലെങ്കിൽ കാണാതെ പോകുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആദ്യം നമ്മുടെ മുന്നിലുള്ളത് പേഷ്യൻസിന് ആവശ്യമായ ഒരു പരിചരണം കിട്ടണം. അവർക്കൊരു ഇൻപേഷ്യൻ അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻ സർവീസ് കിട്ടണമെങ്കിൽ അവർക്ക് ഈ മെഡിക്കൽ റെക്കോർഡ് ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഘട്ടത്തെ മറികടക്കാൻ വേണ്ടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ് നമ്മൾ അതേ സെയിം നമ്പറും ID-യും വെച്ച് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അവർ ആ സർവീസ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പോലും ഇവര് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡിനെ ഈ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ഒരിക്കലും ഫയൽ ചെയ്യുന്നില്ല. മറിച്ച് അവരുടെ കയ്യിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും, സെർച്ച് ചെയ്ത് ആ ഒറിജിനൽ റെക്കോർഡ് കണ്ടെത്തുകയും അതും ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡും തമ്മിൽ കമ്പൈൻ ചെയ്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ആ റെക്കോർഡ് ഫയൽ ചെയ്യുന്നത്. മനസ്സിലായോ? മിസ്സിംഗ് റെക്കോർഡ് ക്ലിയർ ആണോ? ഇനി the patient having multiple records. ഇനി ചില പേഷ്യൻസിന് മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഉണ്ടാവും, അതായത് ഒന്നിലധികം റെക്കോർഡ്സ് ഉള്ള രോഗികൾ ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനറലി ഈച്ച് പേഷ്യന്റ് ഷുഡ് ഹാവ് 1 record and 1 number. സാധാരണയായിട്ട് ഒരു പേഷ്യന്റിന് ഒരു റെക്കോർഡും ഒരു യൂണിക് നമ്പറും ആയിരിക്കും കൊടുക്കുന്നത് അല്ലെ ഹോസ്പിറ്റലിൽ നിന്ന്. ഡ്യൂ ടു ഇംപ്രോപ്പർ സിസ്റ്റംസ് ഓർ കെയർലെസ്നെസ്, അവിടുത്തെ നല്ല രീതിയിലുള്ള ഒരു സംവിധാനം, ഉചിതമല്ലാത്ത സംവിധാനങ്ങളോ ഉണ്ടോ ആ ഹോസ്പിറ്റലിലെ ഇതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ കെയർലെസ്നെസ് ഓഫ് MRD സ്റ്റാഫ്, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളുടെ അശ്രദ്ധ മൂലമൊക്കെ ചിലപ്പോ പേഷ്യൻസിന് മോർ ദാൻ 1 റെക്കോർഡ്, ഒന്നിൽ കൂടുതൽ റെക്കോർഡുകൾ അവന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ കേസുകളും അല്ലാണ്ട് വളരെ ചെറിയ കേസുകൾ ചിലപ്പോൾ അവരുടെ അശ്രദ്ധ മൂലമാവാം, അല്ലെങ്കിൽ വളരെ ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സംവിധാനം ഒന്നില്ലാത്തത് കൊണ്ടാവാം. And in that circumstance, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ it becomes compulsory to retain 1 record by cancelling others. ഇങ്ങനെ ഒരു 2 or 3 റെക്കോർഡുകൾ ഒരു വ്യക്തിയുടെ പേരിൽ ചിലപ്പോൾ 1 or 2 റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലോ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം മറ്റു റെക്കോർഡുകൾ റദ്ദ് ചെയ്തുകൊണ്ട് ഒരു റെക്കോർഡ് മാത്രം നിർബന്ധമായിട്ടും അവിടെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കമ്പൽസറിയാണ്. ഒരിക്കലും 1 or 2 റെക്കോർഡുകൾ നമുക്ക് വെക്കാൻ എന്ന് വിചാരിക്കരുത്. ഒരു റെക്കോർഡ് മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവ അവിടെ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ റദ്ദ് ചെയ്യേണ്ടത് കമ്പൽസറിയാണ്, അല്ലെങ്കിൽ നിർബന്ധമാണ്. The suitable procedure are to retain a record as a priority which is medico-legal in nature. Second one, obstetric records. Thirdly, admitted record. And fourth priority is oldest record. And the remaining record must be cancelled and given a cross-reference numbers and bring all documents that include the investigation into the retained record. അതായത് ഇപ്പൊ ഇവിടെ നമുക്കൊരു അനുയോജ്യമായിട്ട് ഇതിങ്ങനെ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ റെക്കോർഡുകൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കാം. ഏതൊക്കെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം എന്നുള്ളൊരു പ്രയോറിറ്റി കൊടുക്കാണ്, ഒരു മുൻഗണന കൊടുക്കാണ്. അതിൽ ആദ്യത്തെ പൊസിഷനിൽ വരുന്നതാണ് മെഡിക്കോ ലീഗൽ നേച്ചറുള്ള റെക്കോർഡുകൾ. എന്താ മെഡിക്കോ ലീഗൽ നേച്ചറുള്ള റെക്കോർഡുകൾ? ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട് അല്ലെ
അല്ലെ? കൾച്ചറൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള റെക്കോർഡുകൾക്ക് മുൻഗണന കൊടുക്കുക. ഒന്നാമത്തെ പൊസിഷനിൽ അതാണ്. അങ്ങനെയുള്ള റെക്കോർഡുകൾ ഒരിക്കലും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒരിക്കലും ക്യാൻസൽ ചെയ്ത് കളയാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു കേസോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിന് വരുമ്പോൾ ഈ റെക്കോർഡ് ക്യാൻസൽ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അതിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ നിലനിർത്തണം. അങ്ങനെയുള്ള റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. അതുപോലെ സെക്കൻഡ് വൺ ഒബ്സ്റ്റട്രിക് റെക്കോർഡ്. എന്താ ഒബ്സ്റ്റട്രിക് റെക്കോർഡ്? പ്രസവ സംബന്ധമായിട്ടുള്ള രേഖകൾ അല്ലെ? അതും നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പാടില്ല. Then thirdly, അപ്പൊ അത് രണ്ടാമത്തെ പൊസിഷനിലാണ് പ്രയോറിറ്റി വരുന്നത്. രണ്ടാമതാണ്. മൂന്നാമത്തെ പ്രയോറിറ്റി വരുന്നത് അഡ്മിറ്റഡ് റെക്കോർഡ്. നമ്മുടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള ബന്ധപ്പെട്ട റെക്കോർഡ്, അഡ്മിഷനുമായി ബന്ധപ്പെട്ട അഡ്മിറ്റഡ് റെക്കോർഡ്. നാലാമത്തെ പ്രയോറിറ്റിയാണ് ഓൾഡസ്റ്റ് റെക്കോർഡ്, പഴയ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? മെഡിക്കോ ലീഗൽ റെക്കോർഡ് ആണെങ്കിൽ ഒരിക്കലും അത് ക്യാൻസൽ ചെയ്യാൻ പാടില്ല. അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാണ് ഒബ്സ്റ്റട്രിക് റെക്കോർഡ് ആണോ ഇത് എങ്കിൽ അത് ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ പാടില്ല. മൂന്നാമത്തത് ഒരു പ്രയോറിറ്റി നോക്കാണ് അഡ്മിറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ് ആണോ, അല്ലെങ്കിൽ അത് ഓൾഡസ്റ്റ് റെക്കോർഡ് ആണ്. ഓൾഡസ്റ്റ് റെക്കോർഡ് ആകുമ്പോൾ അതിൽ അത്രയും പ്രയോറിറ്റി ഇല്ല അല്ലെ? അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒബ്സ്റ്റട്രിക് റെക്കോർഡുകളോ മെഡിക്കൽ ലീഗൽ റെക്കോർഡുകളോ അതൊക്കെ അവിടെ നിലനിർത്താം. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? റിമൈനിങ് റെക്കോർഡുകൾ, ബാക്കി വരുന്ന റെക്കോർഡുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് ഇങ്ങനെ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന റെക്കോർഡുകൾ അവിടെ നിലനിർത്തും. ഗിവൺ എ ക്രോസ് റെഫറൻസ് നമ്പർ. ഇപ്പൊ നമ്മൾ പറയില്ലേ ചില ഫയലുകളിൽ ഇന്ന ഫയൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇന്നതിന്റെ ഡീറ്റെയിൽസ് കിട്ടും എന്ന രീതിയിൽ ഒരു ക്രോസ് റെഫറൻസ് നമ്പർ കൊടുക്കും. അതായത് നമ്മൾ മറ്റു റെക്കോർഡുകൾ ക്യാൻസൽ ചെയ്യല്ലേ, അപ്പൊ ആ റെക്കോർഡിലെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഇന്ന ഫയലിലേക്ക് പോകൂ എന്ന രീതിയിൽ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ മിസ് പറയുന്നത്? ഒരു ക്രോസ് റെഫറൻസ് നമ്പർ കൊടുക്കുന്നു. അതായത് ഈ ഫയൽ ക്യാൻസൽ ചെയ്ത റെക്കോർഡുകൾ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ടാകുമല്ലോ, അത് നമ്മള് അവരുടെ ഓൾറെഡി നമ്മൾ നിലനിർത്തിയിരിക്കുന്ന റെക്കോർഡുകളിലേക്ക് എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യും. മനസ്സിലായോ? അതിലെ ഇൻഫർമേഷൻസ് നിലവിൽ നിലനിർത്തിയിരിക്കുന്ന റെക്കോർഡുകളിലേക്ക് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു ക്രോസ് റെഫറൻസ് നമ്പർ കൊടുക്കുന്നു. ഇന്ന കാര്യങ്ങൾ പക്ഷേ ഇന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇന്ന ഫയൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും എന്ന രീതിയിൽ ഒരു ക്രോസ് റെഫറൻസ് നമ്പറും അതിന് കൂടെ വെക്കും. അപ്പൊ നമുക്ക് മറ്റൊരു ക്യാൻസൽ ചെയ്താലും കുഴപ്പമില്ലല്ലോ. ആൻഡ് ഓൾ ദ ഡോക്യുമെന്റ്സ് ദാറ്റ് ഇൻക്ലൂഡ് ദ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ റിട്ടേൺ റെക്കോർഡ്. അവർ ക്രെഡിറ്റ് ആ ഒരു റെക്കോർഡിലുണ്ട്, ക്യാൻസൽ ചെയ്ത റെക്കോർഡിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്യുമെന്റ്സും ഇൻസ്പെക്ഷൻസ് അല്ലെങ്കിൽ അവർക്ക് പരിശോധനകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും എല്ലാം നമ്മൾ നിലനിർത്തിയിട്ടുള്ള ആ റെക്കോർഡിലാണ് പിന്നീട് സൂക്ഷിക്കുക. ക്ലിയർ ആയോ? ഒരു മൾട്ടിപ്പിൾ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവിടുത്തെ നല്ല രീതിയിലുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ആ MRD പേഷ്യന്റ് സ്റ്റാഫുകൾ എന്ന് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരുടെ അശ്രദ്ധ മൂലമോ ഒരു പേഷ്യന്റിന് ഒന്നിൽ കൂടുതൽ ചിലപ്പോ റെക്കോർഡുകൾ വന്നേക്കാം. അങ്ങനെ വന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എപ്പോഴും നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ഒരു റെക്കോർഡ് നിലനിർത്തി മറ്റുള്ളവ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എന്താണ് ഒരെണ്ണം നിലനിർത്തി മറ്റുള്ളത് ക്യാൻസൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഈ റെക്കോർഡുകൾക്ക് ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പൊസിഷൻ വരുന്നത് മെഡിക്കോ ലീഗൽ നേച്ചറിലുള്ളവയാണ്, രണ്ടാമത്തത് ഒബ്സ്റ്റട്രിക് റെക്കോർഡുകളാണ്, മൂന്നാമത്തത് അഡ്മിറ്റഡ് റെക്കോർഡുകളാണ്, നാലാമത്തത് ഓൾഡസ്റ്റ് റെക്കോർഡുകളാണ്. ഈ നാലെണ്ണവുമാണ് പ്രയോറിറ്റൈസ് ചെയ്ത് ഓരോന്നും 2, 3, 4 പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള റെക്കോർഡുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ ആ ക്യാൻസൽ ചെയ്ത റെക്കോർഡുകളിലുള്ള ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ അവരുടെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും എല്ലാം ഇവരുടെ നിലനിർത്തിയ റെക്കോർഡുകളിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും. അപ്പൊ നമുക്കൊരു ക്രോസ് റെഫറൻസ് നമ്പർ കൊടുക്കാം. ആ ക്രോസ് റെഫറൻസ് നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ആ ഒരു ക്യാൻസൽ ചെയ്ത റെക്കോർഡിൽ നിന്ന് അറിയേണ്ടി വരുന്നത് അത് ഇന്ന റെക്കോർഡ് നോക്കിയാൽ കിട്ടും എന്ന രീതിയിൽ ഒരു ക്രോസ് മാച്ച് റെഫറൻസ് നമ്പർ നമ്മൾ അവിടെ രേഖപ്പെടുത്തുകയും ചെയ്യും. ക്ലിയർ ആണോ? മനസ്സിലായോ? പേഷ്യന്റ് ഹാവിംഗ് മൾട്ടിപ്പിൾ റെക്കോർഡ്സ്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇത്രയും എടുക്കുന്നോടെ മിസ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. താങ്ക് യു.